സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, നിങ്ങൾക്ക് ഏവർക്കും ജീസസ് വോയിസ് മെസ്സേജ് എന്ന പ്രഭാത ദൈവവചന ധ്യാന ശുശ്രൂഷയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു വചനം വായിക്കുന്നു. സങ്കീർത്തനം 32:7 തിരുവചനം. നീ എനിക്ക് മറവിടമാവുന്നു, നീ എന്നെ കഷ്ടത്തിൽ നിന്ന് സൂക്ഷിക്കും, രക്ഷയുടെ ഉല്ലാസ ഘോഷം കൊണ്ട് നീ എന്നെ ചുറ്റിക്കൊള്ളും. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട 32 സങ്കീർത്തനം 7 വാക്യം ദാവീദ് രാജാവിൻ്റെ ഒരനുഭവം അദ്ദേഹം കുറിച്ചു വച്ചിരിക്കുകയാണ്. കഴിഞ്ഞ നാളുകളിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ അപകടങ്ങൾ, അനർത്ഥങ്ങൾ, ശോധനകൾ, പരീക്ഷകൾ, പ്രതികൂലങ്ങൾ, അതിൻ്റെ മധ്യേ ദൈവത്തിൻ്റെ ഇടപെടൽ എങ്ങനെയായിരുന്നുവെന്ന് അദ്ദേഹം സാക്ഷിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഒന്നാമതായി ഈ തിരുവചനത്തിൽ പറയുന്നത് ദൈവം എനിക്ക് മറവിടമാകുന്നു എന്നാണ്. അഥവാ ദൈവം എന്നെ മറയ്ക്കുന്നു. നമുക്ക് ഒരു മറവിടം ആവശ്യമായിരിക്കുന്നത് എപ്പോഴാണ്? നമ്മെ നമ്മുടെ ശത്രു ഓടിക്കുമ്പോൾ, ഭീഷണിപ്പെടുത്തുമ്പോൾ, ഉപദ്രവിക്കുമ്പോൾ നാം ആഗ്രഹിച്ചു പോകുന്ന ഒരിടമാണ് ഒരു മറവിടം. ദൈവമേ, എൻ്റെ ശത്രു എന്നെ കാണാതെ എന്നെ മറച്ചു കൊള്ളണമേ എന്ന് നാം പ്രാർത്ഥിക്കുന്നതും അപ്പോഴാണ്. ഇവിടെ ദാവീദ് രാജാവ് പറയുന്നു, ദൈവം എനിക്ക് മറവിടമാകുന്നു. ദാവീദിന് വളരെയധികം ശത്രുക്കളുണ്ടായിരുന്നു. തൻ്റെ രക്തത്തിൽ പിറന്ന സ്വന്തം മകൻ പോലും അദ്ദേഹത്തെ കൊല്ലുവാൻ ആഗ്രഹിച്ചുകൊണ്ട് അദ്ദേഹത്തെ പിന്തുടർന്നതായി ദാവീദിൻ്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ തൻ്റെ ഭാര്യ, പിതാവ് ശൗൽ എത്രയോ പ്രാവശ്യം അദ്ദേഹത്തെ കൊല്ലുവാനായിട്ട് പരിശ്രമിച്ചു. മറ്റു ചില അനുയായികളെ അയക്കുകയും ചെയ്തു. ദാവീദിന് വളരെയധികം ഭീഷണി ഉണ്ടായിരുന്നു. പ്രാണഭയം ഹേതുവായി അദ്ദേഹം ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞു, മരണത്തിനും ജീവനും മധ്യേ. അതെ, എൻ്റെ ജീവിതത്തിൽ ഇനി മരണത്തിനും ജീവനും മധ്യേ വെറും 4 വിരൽ മാത്രമേ ഉള്ളൂ. വളരെ ഭയത്തിലൂടെ കടന്നുപോയ നാളുകൾ. അദ്ദേഹത്തിന് ആ സമയം ദൈവമാണ് മറവിടമായി തീർന്നത്. അതുകൊണ്ട് തന്നെ ആ വലിയ പ്രാണഭയത്തിൽ നിന്ന് ദൈവം ദാവീദിനെ രക്ഷിച്ചു. ഈ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അദ്ദേഹം പറയുകയാണ്, ദൈവമാണ് എനിക്ക് മറവിടമായിരുന്നു എന്ന്. രണ്ടാമതായി അദ്ദേഹം പറയുന്നു, ദൈവം എന്നെ കഷ്ടത്തിൽ നിന്ന് സൂക്ഷിക്കും. ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എന്ന് ദൈവം പറഞ്ഞു. കഷ്ടത മനുഷ്യജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. സുഖ ദുഃഖ സമ്മിശ്രമാണല്ലോ ഈ ജീവിതം. അതിലൊരു ഭാഗം കഷ്ടകാലം തന്നെയാണ്. എന്നാൽ അവിടെ നമുക്കുള്ള പ്രതീക്ഷ എന്താണ്? കഷ്ടതയുടെ മധ്യത്തിൽ നമ്മുടെ പ്രത്യാശ എന്താണ്? എന്നെ ഈ കഷ്ടത്തിൽ നിന്ന് രക്ഷിക്കുന്ന, വിടുവിക്കുന്ന, സൂക്ഷിക്കുന്ന ഒരു ദൈവം, എന്നെ സ്നേഹിക്കുന്ന ഒരു കർത്താവ് എനിക്കുണ്ട് എന്നുള്ളതാണ്. ഈ പ്രതീക്ഷയും പ്രത്യാശയുമുള്ള ഒരു മനുഷ്യൻ കഷ്ടങ്ങളിൽ തകർന്നു പോകുകയില്ല. അതേ പ്രിയമുള്ളവരെ, നമ്മെ കണ്ണിൻ്റെ കൃഷ്ണമണിയെപ്പോലെ കാത്തു സൂക്ഷിക്കുന്ന ഒരു ദൈവം. യേശു ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞു, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന്. അവസാനമായി ഈ തിരുവചനത്തിൽ പറയുന്നത്, രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് നീ എന്നെ ചുറ്റിക്കൊള്ളും. എത്ര
സന്തോഷം തരുന്ന, എത്ര ആനന്ദം ഉളവാക്കുന്ന ഒരു തിരുവചനമാണിത്. ദൈവം തൻ്റെ ഭക്തനെ സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ, ഉല്ലാസത്തിൻ്റെ ആനന്ദഘോഷം കൊണ്ട് ചുറ്റിക്കൊള്ളുന്ന അനുഭവം. ഈ 3 തരത്തിലുള്ള അനുഗ്രഹങ്ങൾ പ്രാപിച്ചുകൊണ്ട് അവിടുത്തെ മക്കളായി, പ്രിയമക്കളായി ജീവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് തിരുവചനം ശ്രവിച്ച എല്ലാവർക്കും കൃപ ചെയ്യുമാറാകട്ടെ. ആമേൻ. Bless the Lord, oh my soul, oh my soul, worship His holy name. Sing like never before, oh my soul, I'll worship Your holy name. The sun comes up, it's a new day dawning. It's time to sing Your song again. Whatever may pass and whatever lies before me, let me be singing when the evening comes. Bless the Lord, oh my soul, oh my soul, worship His holy name. Sing like never before, oh my soul, I worship Your holy name. You're rich in love and You're slow to anger. Your name is great and Your heart is kind. For all Your goodness I will keep on singing. 10,000 reasons for my heart to find. Bless the Lord, oh my soul, oh my soul, worship His holy name. Sing like